കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകളും ഈ കാത്തിരിപ്പുമൊക്കെ കാണുമ്പോൾ ചരിത്രത്തിൽ നടന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പാണ് ഓർമ്മ വരുന്നത്. ഏതെങ്കിലും പാർട്ടി ഓഫീസിൽ നടന്ന തെരഞ്ഞെടുപ്പല്ല കേട്ടോ, സാക്ഷാൽ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ നടന്ന വോട്ടെടുപ്പ്. വർഷം 1268. പഴയ മാർപ്പാപ്പ മരിച്ചപ്പോൾ പുതിയ ആളെ തിരഞ്ഞെടുക്കാൻ കർദിനാൾമാർ ഇറ്റലിയിലെ വിറ്റർബോ എന്ന സ്ഥലത്ത് ഒത്തുകൂടി. അവിടെ ചെന്നപ്പോൾ ദാ കിടക്കുന്നു. അവരും 2 ഗ്രൂപ്പായി തിരിഞ്ഞു. ആർക്കും ഭൂരിപക്ഷമില്ല, ആരും വിട്ടുകൊടുക്കുന്നുമില്ല. വോട്ടെടുപ്പുകൾ നടന്നുകൊണ്ടേയിരുന്നു. ദിവസങ്ങളല്ല, ആഴ്ചകളല്ല, കൃത്യം 3 വർഷത്തോളമാണ് ഇവർ തീരുമാനമാകാതെ അവിടെ ഗ്രൂപ്പ് കളിച്ചിരുന്നത്. അവസാനം ഈ ചർച്ചയും മീറ്റിംഗും കണ്ട് സഹികെട്ട നാട്ടുകാർ എന്തു ചെയ്തുവെന്നറിയാമോ? കർദിനാൾമാർ ഇരിക്കുന്ന ഹാളിൽ അവരെ അങ്ങോട്ട് പുറത്തുനിന്ന് പൂട്ടിയിട്ടു. എന്നിട്ടും തീരുമാനമാകാതെ വന്നപ്പോൾ ആ കെട്ടിടത്തിന്റെ മേൽക്കൂര അങ്ങ് പൊളിച്ചുമാറ്റി. വെയിലും മഴയും കൊള്ളാൻ തുടങ്ങിയപ്പോൾ വെറും ഉണങ്ങിയ റൊട്ടിയും വെള്ളവും മാത്രം ഭക്ഷണമായി നൽകി. പട്ടിണിയും വെയിലും സഹിക്കാൻ വയ്യാതായപ്പോൾ വെറും 3 ദിവസത്തിനുള്ളിൽ അവർ ഗ്രൂപ്പ് പോരൊക്കെ മറന്ന് പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തു. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നാട്ടുകാരുടെ ക്ഷമ നശിച്ചാൽ ചിലപ്പോൾ കെട്ടിടത്തിന്റെ മേൽക്കൂരയൊക്കെ പൊളിച്ചു എന്നുവരും. അതുകൊണ്ട് ആ വെള്ളപ്പുക എത്രയും പെട്ടെന്ന് പുറത്തുവരുന്നത് എല്ലാവർക്കും നല്ലതാണ്.